ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. എന്തായാലും ഓണമൊക്കെ അല്ലേ വരുന്നേ, അപ്പോൾ നമുക്ക് കുറച്ച് കായവറുത്തത് ഉണ്ടാക്കിയാലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ അന്ന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും സദ്യ ഉണ്ടാക്കാൻ. ശർക്കര വരട്ടിയുടെ വീഡിയോ നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കയറി കാണാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കായ വറുത്തതും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞിട്ടുള്ള കായ നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴാണ് ചിപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ നേന്ത്രക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം നമുക്ക്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ കായ ഓരോന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ഇട്ട് വെക്കാം. ഇപ്പം എല്ലാ കായും തൊലി കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഈ കായ അങ്ങനെ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കണതാണ് നല്ലത്. അപ്പം അതിൻ്റെ കറ എല്ലാം നന്നായി പോയി കിട്ടും. ഒരു 2 മണിക്കൂറിന് ശേഷം ആ മഞ്ഞൾ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് നമുക്ക് ഈ കായ ഓരോന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ എടുത്തിട്ട് ഈ കായയിലെ ഈർപ്പം മുഴുവനും തുടച്ച് കളയണം. കായയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായി തുടച്ചിട്ട് ഈർപ്പൊക്കെ കളഞ്ഞെടുക്കണം. ഇപ്പം ഞാനിവിടെ കായെല്ലാം നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒരു നേന്ത്രക്കായ എടുത്തിട്ട് നമുക്ക് ഇതിനെ 4ആയിട്ട് പിളർന്നെടുക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ 4 കഷ്ണാക്കിയിട്ടുള്ള കായ വറുത്തതാണ് സദ്യക്കൊക്കെ വിളമ്പാറ്. അപ്പം നമുക്ക് ഈ കായെല്ലാം 4ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. എല്ലാ കഷ്ണങ്ങളും ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഒരുപാട് കനം കൂട്ടി അരിയാനും പാടില്ല, ഒരുപാട് കനം കുറച്ചിട്ട് അരിയാനും പാടില്ല. ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ചെയ്യും, എല്ലാം ഒരേ കനത്തിൽ തന്നെ കിട്ടും ചെയ്യും. പക്ഷെ എൻ്റെ അടുത്ത് സ്ലൈസർ ഇല്ല, അതുകൊണ്ട് ഞാൻ സമയം എടുത്തിട്ട് ഓരോന്നും ഇതേപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരുവിധം എല്ലാതും ഒരേ കനത്തിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കണം. ഞാൻ ഈ കനത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കായും അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ നേന്ത്രക്കായും അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ചിപ്സിൻ്റെ ലാസ്റ്റ് ചേർക്കാനായിട്ട് കുറച്ച് ഉപ്പ് വെള്ളം കൂടെ റെഡിയാക്കി വെക്കാം. ഉപ്പ് ചേർക്കാതെ വറക്കണവരുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ അമ്മ ചെയ്യണതാണ് ഫോളോ ചെയ്യണത്. എൻ്റെ അമ്മ ഇങ്ങനെയാണ് വറക്കാറ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് ആ ഉപ്പൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുക്കണം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ നിന്ന് മാറണ്ടല്ലോ. അതുകൊണ്ട് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് കായ വറക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഉപ്പൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കായ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. കായ നല്ല മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കായ കഷ്ണങ്ങൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. കായ എണ്ണയിൽ ഇട്ടാൽ അപ്പം തന്നെ ഇളക്കരുത്. 1 മിനിറ്റ് ആ ചൂടുള്ള എണ്ണയിൽ കിടന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു ട്രിപ്പ് കായ വറുത്തെടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 മിനിറ്റ് ടു 15 മിനിറ്റ് വരെ എടുക്കും. ഞങ്ങളുടെ വീട്ടിൽ ശർക്കര വരട്ടിയും കായ വറുത്തൊന്നും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ നേന്ത്രവാഴയുടെ കൃഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓണം വിഷു സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇതേപോലെ നേന്ത്രക്കായ ഉണ്ടാവും. 2 ദിവസം മുന്നേ തന്നെ അമ്മ ഇതെല്ലാം റെഡിയാക്കി വെക്കാറുണ്ട്. ഇപ്പം നമ്മളുടെ കായ ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കിലികിലി സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിപ്സ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചിപ്സ് നന്നായി എണ്ണയിൽ കിടന്ന് മൂത്തിട്ട് ആ ഒരു കിലികിലി സൗണ്ട് വരാൻ തുടങ്ങി മാത്രമേ ഉപ്പുവെള്ളം ചേർക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ തന്നെ ഉപ്പുവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും. ഇപ്പം നമ്മളെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്കിത് കുറേശ്ശായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ സ്നാക്സ് ഒന്നും അങ്ങനെ പുറത്തുനിന്നൊന്നും മേടിക്കാറുണ്ടായിരുന്നില്ല. ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ എൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അമ്മ ഉണ്ടാക്കണ ഇതുപോലുള്ള ഓരോ ഐറ്റംസ് ആയിരുന്നു ഞങ്ങളുടെ സ്നാക്ക്. ചെറുപ്പം മുതലേ എൻ്റെ അമ്മ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നത് കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഞാനിത് ഓരോന്നും ചെയ്യാറുള്ളത്. ഇതൊക്കെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇപ്പം നമ്മളെ ചിപ്സ് എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതിൽ എണ്ണ എല്ലാം വാർന്നു കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം. ഒരു 3 ട്രിപ്പായിട്ടാണ് ഞാൻ അത്രയും കായ വറുത്തെടുത്തത്. ഇപ്പം നമ്മളെ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ എക്സസ് ഉള്ള എണ്ണയൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. വെളിച്ചെണ്ണയിലാണ് വറുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു എണ്ണ കാറിയ ടേസ്റ്റ് വരും. അല്ല വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിലാണ് വറുക്കണമെന്നുണ്ടെങ്കിൽ കുറേ മാസങ്ങൾ ഇത് കേടുകൂടാണ്ടിരിക്കും.
അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവരുടെയും ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.